എംബസികൾ ലക്ഷ്യം വെച്ചുള്ള ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ സൗദിയിലെയും കുവൈത്തിലെയും എംബസികൾ താൽക്കാലികമായി US അടച്ചിരിക്കുകയാണ്. ബഹ്റൈനിലെയും ജോർദാനിലെയും ഇറാഖിലെയും അടിയന്തര സേവന വിഭാഗത്തിൽപ്പെടാത്ത ജീവനക്കാരോടും US മടങ്ങാൻ നിർദ്ദേശിച്ചു. എംബസിയിൽ തുടരുന്ന ജീവനക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. റിയാദിലെ എംബസിക്ക് നേർക്കുണ്ടായ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇതിനു പിന്നാലെ 15 യുദ്ധവിമാനങ്ങൾ കൂടി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കുകയും ചെയ്തു. വാർഡസ്കിൽ നിന്ന് സായികുമാറും കെ സജീഷും വിവരങ്ങളുമായി. ആദ്യം സായികുമാറിലേക്ക്. സായി, ഇപ്പോൾ ആക്രമണം തുടരുന്നുണ്ട്. ഈ യുദ്ധത്തിനിടെ ഭൂകമ്പവും ഉണ്ടായി എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത്. എവിടെയൊക്കെയാണ് ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, ഗർണേഷ് പ്രവിശ്യയിലാണ് 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഇപ്പോൾ ഉണ്ടായത്. ഇറാനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു പ്രതിസന്ധിയെ കൂടി ഇറാൻ ജനതയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, എവിടെയാണ് അതിന്റെ പ്രഭവ കേന്ദ്രം എന്ന കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാലും 4.3 തീവ്രത രേഖപ്പെടുത്തി എന്നുള്ളൊരു വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. ആക്രമണത്തിന്റെ കാര്യമെടുത്താൽ ഇറാൻ അതിശക്തമായി ഇന്നും പശ്ചിമേഷ്യയിൽ അവരുടെ ആക്രമണം തുടരുകയാണ്. US സൈനിക താവളങ്ങളിൽ നിന്ന് മാറി എംബസികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിയാദിൽ ഇന്ന് ആക്രമണം ഉണ്ടായി. അതോടൊപ്പം ഖത്തറിലും ദുബായിലും അബുദാബിയിലും ഒക്കെ രാവിലെ മിസൈലുകൾ വരികയും ചെയ്തു. എന്നാലും അതൊക്കെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു എന്ന് അതാത് ഗൾഫ് രാഷ്ട്രങ്ങൾ പറയുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദുഃഖം കപ്പൽ വീണ്ടും ഒരു ആക്രമണം നടത്തിയതായി, തുറമുഖത്ത് ഒരു ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചെറിയൊരു തീപിടുത്തമുണ്ടായി, പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ അണയ്ക്കാൻ കഴിഞ്ഞു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ കാണുന്നില്ല, ശക്തമായി തന്നെ തുടരുകയാണ്. അതേസമയം ലെബനോനിൽ ഒരു കൂട്ടപലായനം തന്നെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 53 പ്രവിശ്യകളിൽ നിന്നും മുഴുവൻ ആളുകളോടും ഒഴിഞ്ഞു പോകാനാണ് ഇപ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് അവർ പദ്ധതിയിടുകയും ചെയ്യുന്നു. അമേരിക്കയാകട്ടെ അവരുടെ വിമാനങ്ങളൊക്കെ ഗൾഫ് കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും ഇത് കൂടുതൽ വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ, അമേരിക്കയുടെയും ഇസ്രയേലും അതോടൊപ്പം ഇറാന്റെയും ഭാഗത്ത് നിന്ന് വരുന്നത്. ഒരു സന്ധി സംഭാഷണത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഒരു സൂചനയും നിലവിൽ കാണുന്നുമില്ല. ശരി.